ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെറൈറ്റി കോളിഫ്ലവർ ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നോൺ വെജ് ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കായിട്ട് ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റമാണിത്. എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 750 ഗ്രാം കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനുമുള്ള ഈ ഒരു തണ്ടും ഇലയും നാമ്പും ഒക്കെ ചേർന്നിട്ടുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് 15 മിനിറ്റോളം മാറ്റി വയ്ക്കുക. അങ്ങനെ ഈ പറഞ്ഞ 15 മിനിറ്റുകൾക്ക് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായി നമ്മളിവിടെ അടിക്കട്ടിയുള്ളതും അത്യാവശ്യം വലുപ്പമുള്ളതുമായ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇത് രണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇവ രണ്ടും ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 5 ഏലയ്ക്ക, 5 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ഉണങ്ങിയ വയണയില ഇവ 5ഉം ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത പെരിഞ്ജീരകം പൊട്ടി മറ്റ് ചേരുവകളെല്ലാം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 4 ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കൂടാതെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സവാള ഒന്ന് വഴണ്ട് കിട്ടാനെടുക്കുന്ന ഗ്യാപ്പിൽ നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ മറ്റു കൂട്ടുകളൊന്ന് തയ്യാറാക്കി വയ്ക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ജാറിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം. മല്ലിയിലയോടൊപ്പം തന്നെ ഒരല്പം പുതിന ഇല കിട്ടുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മസാലക്കൂട്ടിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ സവാളയൊക്കെ വഴണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മല്ലിയിലയും അതുപോലെ തക്കാളിയും എല്ലാം അരച്ചെടുത്ത ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടും അതുപോലെ തക്കാളിയും മറ്റും നല്ലതുപോലെ വെന്ത് വഴണ്ട് മൂത്തൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തന്നെ റെഡിയാക്കി മാറ്റി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ കോളിഫ്ലവർ വേവാൻ ആവശ്യമായ 400 ml ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിവ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ചേർത്ത് കൊടുത്ത് വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഏകദേശം ഒരു 25 മിനിറ്റോളമായിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി. ഇനി ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒടുവിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് മാറ്റി വെച്ച കൈമ റൈസാണ്. കൈമ റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള കൈമ റൈസോ ബസുമതി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്തായാലും ഞാനതിവിടെ ഉപ്പിട്ട വെള്ളത്തിലാണ് വേവിച്ചെടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ കുക്ക് ചെയ്തെടുത്ത അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ രീതിയിൽ, വിപുലമായ രീതിയിലല്ല, ചെറിയ രീതിയിലൊന്ന് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് വറുത്ത സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ വറുത്ത് മാറ്റി വെച്ച കശുവണ്ടി ഉണക്കമുന്തിരി ഈ ഐറ്റംസും കൂടി ഇട്ട് നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 5 മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ ഈ അടപ്പൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ മണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കോളിഫ്ലവർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം പെരുത്ത് ഇഷ്ടമാകുന്ന ഒരു കിഡു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.